മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. നമ്മളുടെ 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ, ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ അല്ലെ. ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത് നമ്മൾ 2ാമത്തെ ചാപ്റ്റർ ആണ്. വളരെ രസകരമായി പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്റർ ആണ് അല്ലെ. ഇത് നമുക്ക് അറിയുന്നതാണ്, ഇതിലെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതുമാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, each piece of a pumpkin weighs a quarter kilogram. What is the weight of 2 pieces together? What is the weight of 4 pieces? 6 pieces. 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ്? 4 കഷ്ണങ്ങളുടെ ഭാരമോ 6 കഷ്ണങ്ങളായാലോ എന്ന്. അപ്പൊ എന്താണ്, ഒരു പംകിൻ അല്ലെങ്കിൽ ഒരു മത്തങ്ങ ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ. ഓക്കെ, ഇതായിക്കോട്ടെ നമ്മളെ മത്തങ്ങ. അപ്പൊ മത്തങ്ങന്റെ വെയിറ്റ് എത്രയാണ്? പംകിന്റെ വെയിറ്റ് എത്രയാണ്? 1/4 കിലോഗ്രാം ആണ് അല്ലെ. 1/4 കിലോഗ്രാം ആണ്. 1/4 കിലോഗ്രാം നമ്മൾ എങ്ങനെ എഴുതുക? 1/4 എന്നല്ലേ. അപ്പൊ 1/4 kg ആണ് നമ്മളുടെ ഒരു മത്തങ്ങയുടെ, ഒരു പംകിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മളോട് ചോദിച്ച എന്താണ്, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 പീസസ് ടുഗെദർ? 2 കഷ്ണങ്ങളുടെ വെയിറ്റ് എത്രയാണ്? ഒരു കഷ്ണത്തിൻ്റെത് 1 പീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കഷ്ണം എന്ന് പറയുന്നത് 1/4 കിലോഗ്രാം ആണെങ്കിൽ 2 പീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 കഷ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കടാ? 2 ഗുണിക്കണം 1/4 ആയിരിക്കും. 2 × 1/4 ആയിരിക്കും കേട്ടോ. എങ്ങനെയാ ഇനി ഗുണിക്കടാ? എങ്ങനെയാ ഗുണിക്കുക? നേരെ ഗുണിച്ചാൽ മതി അല്ലേ. അതായത് 2 × 1 ചെയ്യുക. എന്താണോ ഡിനോമിനേറ്ററിലുള്ളത് അത് ജസ്റ്റ് എഴുതി കൊടുക്കുക. /4, അതായത് 2/4 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും ഭിന്നസംഖ്യകളുടെ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്താണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റണം അല്ലേ. അപ്പൊ നോക്ക്, 2/4 നമുക്ക് ഇനിയും ചെറുതാക്കാൻ പറ്റുമോ? പറ്റില്ലേ. നോക്ക്, നമ്മളുടെ ഇവിടെ ആദ്യം തന്നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ നോക്കാം. നമ്മളുടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. നോക്കിയേ, 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? 2നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 4നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ നോക്കിയേ, 2/2/4/2, അതായത് എത്രയായിരിക്കും? 1/2. ഓക്കെ, 1/2 ആണ് എന്ത്, നമ്മളുടെ 2 പീസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളോട് ചോദിച്ചാൽ എത്രയാണ്? 4 പീസ് എത്രയാണ്? 4 കഷ്ണങ്ങൾ. അപ്പോൾ 4 പീസ് അല്ലെങ്കിൽ 4 കഷ്ണങ്ങളുടെ വെയിറ്റ് എത്രയായിരിക്കും? 4 × 1/4 ആയിരിക്കും. അതായത് എന്തായിരിക്കും? 4 × 1/4 ആയിരിക്കും. അതായത് 4/4 ആയിരിക്കും. ഏതൊരു സംഖ്യ 5/5 ആയിക്കോട്ടെ, 10/10 ആയിക്കോട്ടെ, 4/4 ആയിക്കോട്ടെ, അതായത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും അംശവും ഛേദവും സെയിം നമ്പേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ തുക 1 ആയിരിക്കും. അതായത് 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ അടുത്ത എത്ര ചോദിച്ചത്? 6 പീസ്, 6 കഷ്ണങ്ങളായാലോ എന്നാ ചോദിച്ചത്. അപ്പൊ 6 പീസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അല്ലെങ്കിൽ 6 കഷ്ണം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 × 1/4 ആയിരിക്കും. ഓക്കെ, 6 × 1/4, അതായത് എത്രയാണ്? 6 × 1/4, അതായത് എത്രയായിരിക്കും? 6/4 ആയിരിക്കും. ഓക്കെ, 6/4 ആയിരിക്കും. ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? നോക്കിയേ, 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല നമുക്ക്. 6/2 ചെയ്യാൻ പറ്റും. അതുപോലെ 4/2 ചെയ്യാൻ പറ്റും. അപ്പൊ എത്രയാവും? 3/2 ആയിരിക്കും ആൻസർ. പക്ഷെ ഇവിടെ എന്താണ്? ഛേദം ചെറുതാണ് അല്ലെ, ഡിനോമിനേറ്റർ സ്മോൾ ആണ്. ഏതൊരു ഭിന്നസംഖ്യ ആയാലും അതിന്റെ ഡിനോമിനേറ്റർ സ്മോൾ ആണെങ്കിൽ, ഛേദം ചെറുതാണെങ്കിൽ അതിനെ എന്തിലേക്ക് മാറ്റണം? നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ മിശ്ര ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം. അതായത് എന്താണെന്നറിയൂടാ, നമ്മൾ വെറുതെ ഡിനോമിനേറ്ററിൽ കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ മതി. 3നെ 2 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. അപ്പോൾ നോക്ക്, 3ൽ എത്ര 2 ഉണ്ട്? ഒരു 2 ആണുള്ളത് അല്ലേ. 1 × 2 എന്ന് പറയുന്നത് 2. ദെൻ 1 റിമൈൻഡർ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ശിഷ്ടമായിട്ട് കിട്ടും. ദെൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മുകളിലുള്ള നമുക്ക് ആൻസർ കിട്ടിയ മുകളിലുള്ളവനെ ആദ്യം എഴുതുക. ദെൻ എന്ത് ചെയ്യുക? നമ്മളുടെ റിമൈൻഡർ മുകളിൽ. ദെൻ നമ്മൾ എന്തിനെ കൊണ്ടാണോ ഹരിച്ചത് അത് താഴെ. 1/2 ആയിരിക്കും ഇത്. ഓക്കെ, ഇതായിരിക്കും 3/2 എന്ന് പറയുന്നത്. 1/2 ആയിരിക്കും. ഓക്കെ, സെറ്റ്. ദെൻ അടുത്തയിലേക്ക് പോവാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വി ക്യാൻ ഫിൽ എ കപ്പ് വിത്ത് 1/3 ഓഫ് എ മിൽക്ക് of 1/3 of a liter of milk. How much milk is needed to fill 2 cups? 4 cups. ഒരു കപ്പിൽ 1/3 പാൽ നിറയ്ക്കാം. 2 കപ്പിൽ ആകെ എത്ര ലിറ്റർ നിറയ്ക്കാം? 4 കപ്പിലോ? അപ്പോൾ ഒരു കപ്പുണ്ട് നമ്മളെ കയ്യിൽ. ഒരു കപ്പുണ്ട്,
ആ കപ്പിൽ എത്ര ലിറ്ററാ പറഞ്ഞത്? We can fill a cup with 1/3 of milk. 1/3 of a milk. അല്ലെങ്കിൽ 1/3. 1/3. ഓക്കെ, 1/3 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 1/3 എന്ന് എങ്ങനെയാണ് എഴുതുക? 1/3 എന്നാണ്. ഓക്കെ, 1/3 1/4 എന്ന് പറഞ്ഞാൽ 1/4 ആയിരിക്കും. 1/5 1/5 ആയിരിക്കും. അതുപോലെ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3 ആണ് കേട്ടോ. 1/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പൊ ഇതിൽ ഒരു കപ്പിൽ നിറയ്ക്കാൻ പറ്റുന്ന എത്രയാണ്? 1/3 ലിറ്റർ മിൽക്കാണ് ഒരു കപ്പില്. ഓക്കെ, 1 കപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കപ്പ് എന്ന് പറയുന്നത് എത്രയാടാ? 1/3 ലിറ്റർ ആയിരിക്കും. ദെൻ നമ്മളോട് ചോദിക്കുന്നത് നോക്ക്, 2 കപ്പിൽ അങ്ങനെ എത്ര ലിറ്റർ നിറയ്ക്കാമെന്ന്. അപ്പൊ 2 കപ്പിൽ എങ്ങനെയായിരിക്കുംടാ? 2 കപ്പ് എന്ന് പറയുന്നത് 2 × 1/3 ആയിരിക്കും. അതായത് 2 × 1/3, അതായത് 2/3. ഇതിനെ ഇനി ചെറുതാക്കാൻ കഴിയില്ല അല്ലേ? 2നെ 2 കൊണ്ട് ഹരിക്കാം, 3നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ദെൻ അടുത്ത് നോക്ക്, 4 കപ്സ്. 4 കപ്പിലായാലോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. 4 കപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 ഗുണിക്കണം 1/3 ആയിരിക്കും. അതായത് എത്ര ആയിരിക്കുംടാ? 4 ഗുണിക്കണം 1/3, അതായത് 4/3. ഇവിടെ നോക്കിയേ, ഛേദം ചെറുതാണ് അല്ലേ? ഡിനോമിനേറ്റർ സ്മോൾ ആണ്. ഛേദം ചെറുതാണ് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സ്മോൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അതായത് 4 നമ്മൾ 3 കൊണ്ട് ഹരിക്കണം. എത്ര 3 ഉണ്ട്? ഒരു 3 ഉണ്ട്. ദെൻ 1 ശിഷ്ടായിട്ട് വരും. ദെൻ നമുക്ക് എത്രയാണോ മുകളിൽ ആൻസർ കിട്ടിയത് അതിന് ആദ്യം എഴുതും, റിമൈൻഡർ മുകളിൽ എഴുതും, ബൈ എന്തിനെ കൊണ്ടാണോ നമ്മൾ ഹരിച്ചത് അത്. 3 1/3 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, 1/3 ആണ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നോക്കിക്കേ, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ് ഓഫ് റിബൺ, ഈച്ച് ഓഫ് ലെങ്ത് 3/4 ഓഫ് എ മീറ്റർ, വാട്ട് അബൌട്ട് 5 പീസസ്? അപ്പൊ എന്താണ് ടോട്ടൽ ലെങ്ത് ഓഫ് 3/4 മീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്ര മീറ്റർ ആണ്? 5 കഷ്ണമായാലോ? അപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു റിബൺ ഉണ്ട്. ആ റിബണിന്റെ നീളം എത്രയാണ്? 3/4 മീറ്റർ ആണ് അല്ലെ? 3/4 മീറ്റർ ആണ് അല്ലെ? അല്ലെങ്കിൽ 4 പീസ് റിബൺ ഈച്ച് ഓഫ് ലെങ്ത് 3/4 ആണ്. ഓക്കെ, 3/4 ആണ്. 3/4 ആണ് അല്ലെങ്കിൽ എത്രയാണ്? 3/4 മീറ്റർ അല്ലെ? 3/4 മീറ്റർ നീളമാണ് ഒന്നിന്റെ. 3/4 എന്ന് പറയുമ്പോൾ 3/4 അല്ലെ? 3/4 മീറ്റർ നീളമുള്ള ഒരു റിബൺ. ഓക്കെ, ഒരു റിബൺ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു റിബൺ അല്ലെങ്കിൽ ഒരു നാടാന്ന് പറയുന്നത് 3/4 മീറ്റർ ആണ് അല്ലെ? ദെൻ നമ്മളോട് ചോദിച്ചത് എത്രയാണ്? 4 റിബണിന്റെ, അങ്ങനെയുള്ള 4 റിബണിന്റെ 4 പീസിൻ്റെത് എത്രയായിരിക്കും എന്നാ ചോദിച്ചത്. 4 കഷ്ണം നാടയുടെ. അപ്പൊ 4 റിബണിന്റെ എത്രയായിരിക്കടാ? 4 × 3/4 ആയിരിക്കും. അതായത് 4 ഗുണിക്കണം 3/4 ആയിരിക്കും. അതായത് എത്രയാ? 12/4, അതായത് 3 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ. പിന്നെ അടുത്ത് എന്താ ചോദിക്കുന്നത്? 5 കഷ്ണമായാലോ എന്ന്, അല്ലെങ്കിൽ 5 പീസിന്റെ എത്രയായിരിക്കും എന്ന്. ഓക്കെ, 5 പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 പീസ് റിബൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കടാ? 5 × 3/4 ആയിരിക്കും അല്ലെ? 5 × 3/4 ആയിരിക്കും. അതായത് എത്രയാണ്? 5 × 3/4 ആണ്. അപ്പൊ എന്താണ്? 15/4 ആണ്. ഓക്കെ, 15/4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം അല്ലെ? ബിക്കോസ് എന്താണ്? ഇതിന്റെ ഛേദം ചെറുതാണ് അല്ലെ? ഛേദം ചെറുതാണ്. അപ്പൊ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണ്ടേ? മാറ്റി നോക്കാം. 15നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടൂടാ? 3 അല്ലെ? 3 4 12 ആണ്. ദെൻ 3 ശിഷ്ടം വരും. അപ്പൊ എത്രയായിരിക്കും? ആദ്യം 3 എടുത്ത് എഴുതും. ദെൻ റിമൈൻഡർ ശിഷ്ടം മുകളിൽ ബൈ എന്തിനെ കൊണ്ടാണോ ഹരിച്ചത് അത്. അപ്പൊ 3/4. ഓക്കെ, 3/4. ഇതെങ്ങനെ കിട്ടിയത്? നമ്മൾ ആദ്യം എത്രയാണോ മുകളിലുള്ളതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പൊ മുകളിൽ എത്രയാണോ കിട്ടിയത് അത് നമ്മൾ ആദ്യം എഴുതി. ദെൻ അടുത്ത ആരാ എഴുതുക? റിമൈൻഡറിന്റെ മുകളിൽ എഴുതും, ശിഷ്ടത്തിന് മുകളിൽ എഴുതും, ബൈ എന്തിനെ കൊണ്ടാണോ നമ്മൾ ഹരിച്ചത് ആ സംഖ്യ എഴുതുക. ഓക്കെ, സെറ്റ് അല്ലേ? ദെൻ അടുത്ത് നോക്കിയേ, ലാസ്റ്റ് പ്രോബ്ലം ആണ് കേട്ടോ. ഇറ്റ് ടേക്സ് 1/4 hour ടു വാക്ക് അറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് വൺസ്. ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ എത്ര മണിക്കൂർ വേണം? 1/4 മണിക്കൂർ വേണം. ദെൻ നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു വാക്ക് 4 times അറൗണ്ട് അറ്റ് ദ സ്പീഡ്?
വാട്ട് അബൌട്ട് 7 ടൈംസ്? 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? 7 പ്രാവശ്യം നടക്കാനോന്ന്. അപ്പൊ നോക്കിയേ ഒരു പ്രാവശ്യം നടക്കാൻ എത്ര വേണം? 1/4 ഹവർ വേണം അല്ലെ? 1/4 ഹവർ വേണം ഒരു പ്രാവശ്യം നടക്കാനും. 1 ടൈം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് നടക്കാൻ എടുക്കുന്ന സമയം എത്രയാടാ? 1/4 ആണ് അല്ലെ? 1/4 ഹവർ ആണ്. അങ്ങനെയാണെങ്കിൽ 4 ടൈംസ് നടക്കാൻ അല്ലെങ്കിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര ടൈം എടുക്കൂടാ? 4 പ്രാവശ്യം നടക്കാൻ എത്ര ടൈം എടുക്കും? 4 ഗുണിക്കണം 1/4 ആയിരിക്കും. ഓക്കെ, 4 ഗുണിക്കണം 1/4 ആയിരിക്കും. അതായത് എന്താണ്? 4 ഗുണിക്കണം 1/4 ആയിരിക്കും. അതായത് 4/4 ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, അടുത്ത നമ്മളോട് എത്ര ചോദിച്ചത്? 7 പ്രാവശ്യം ആയാലോ എന്ന്. അപ്പൊ 7 പ്രാവശ്യം ആണെങ്കിലോ 7 ടൈംസ് നടക്കാൻ എത്ര മണിക്കൂർ വേണ്ടി വരും? ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂറാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ടിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 2 മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം നടക്കാൻ എത്ര മണിക്കൂർ വേണ്ടി വരും? 4 മണിക്കൂർ വേണ്ടേ? അതുപോലെ തന്നെ നമ്മളുടെ ഒരു പ്രാവശ്യം നടക്കാൻ 1/4 ആണ്. ദെൻ എന്താണ്? 4 പ്രാവശ്യം നടക്കാൻ 4 × 1/4 ആണ്. 7 പ്രാവശ്യം നടക്കാൻ എന്തായിരിക്കണം? 7 × 1/4 ആയിരിക്കും. 7 × 1/4 ദാറ്റ് ഈസ് 7 × 1/4 ദാറ്റ് ഈസ് 7/4. 7/4 എന്താണ്? ഡിനോമിനേറ്റർ സ്മോൾ ആണ് അല്ലെങ്കിൽ ഛേദം ചെറുതാണ്. അപ്പൊ എന്തായിരിക്കും? 7നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതായത് 4 ആണ് ഇവിടെ ഉള്ളത് അല്ലേ? ദെൻ 3 നമുക്ക് റിമൈൻഡർ ആയിട്ട് വരും. അപ്പൊ ആരെയാണോ മുകളിൽ കിട്ടിയ ആദ്യം എഴുതുക. ദെൻ എന്താണ്? മുകളിലുള്ളവൻ ആദ്യം തന്നെ എഴുതണം കേട്ടോ. ദെൻ റിമൈൻഡർ മുകളിൽ എഴുതുക /4. ഓക്കെ, 1 3/4. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബൈ.